ഇന്നൊരു മുട്ട മസാല ആട്ടോ ഉണ്ടാക്കണത്. ഇത് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാം. ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കതിന് ഒരു വെള്ളയപ്പത്തിനോ, ഇതിപ്പോൾ ഞാനൊരു ചോറ് കറിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണം, ഒരു മസാല നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 2 ഉള്ളി, ഇതിൽ കുറച്ച് ഉള്ളി കൂടുതലായിട്ട് വേണം. അപ്പോൾ ഞാനതിലേക്ക് ഒരു 2 വലിയ ഉള്ളി കേട്ടോ, എന്നിട്ട് ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്, ഒരു പച്ചമുളക് ഇടുന്നുണ്ട്, ഒരു പച്ചമുളക് നടുവേ കീറിയിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി, കൂടുതലായിട്ട് വേണ്ട, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് ഇടുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇടുന്നതെന്ന് അറിയോ? 1 സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി തന്നെയാണ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരിത്തിരി ഗരം മസാല. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ലേശം ഉപ്പും ഇട്ടിട്ട്, പിന്നെ പൊടിയുപ്പായി യൂസ് ചെയ്തിരിക്കണം, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്യും. ഇതിങ്ങനെ തന്നെ മാഷ് ചെയ്യണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്, എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴയ്ക്കും. നന്നായിട്ട് തന്നെ മാഷ് ചെയ്യണം കേട്ടോ, അത് സോഫ്റ്റ് ആക്കണം. ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്, 1 സ്പൂൺ എണ്ണ കേട്ടോ. ഇതും കൂടെ ഒഴിച്ചിട്ട് എന്നിട്ടാണ് ഒന്നും കൂടി ഇങ്ങനെ തിരിക്കുക. ഇനി ഞാനിതിനെ അടുപ്പ് കത്തിച്ചിട്ട്, ഇനിയാണ് അടുപ്പ് കത്തിച്ച് ഉള്ളി വയ്ക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ഇത് വയ്ക്കാൻ പോവാണ്. എന്നിട്ട് ഇതിലൊന്ന് ആവി കയറിയ ശേഷമാണ് ഇനി വെള്ളം ഒഴിക്കുന്നത്. ഞാൻ ഒന്ന് തീ കത്തിയിട്ട് ആവി വെക്കെ. ഇപ്പം ഞാനിതിലേക്ക് തുറന്നിട്ട് ആവി വരുന്നുണ്ട് നല്ലോണം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചുടുവെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ട, പച്ചവെള്ളം ഒഴിക്കരുത്. ഇപ്പം ഞാനിതിലേക്ക് 1/2 കപ്പ് ചുടുവെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനെ അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയിൽ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലിട്ടിട്ട് അങ്ങനെ അടിക്കാം, പക്ഷെ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നന്നായി റോസ്റ്റായി വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ല കളറ് വരണം. ഇപ്പോഴിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഒന്നിങ്ങനെ തുറന്ന് ഇടയ്ക്ക് മീഡിയം ഹീറ്റിൽ വയ്ക്കുക. എന്നിട്ട് ഒന്നിങ്ങനെ നന്നായി വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ. അതിന് നല്ലൊരു കളർ വരും. അതുമാതിരി നമ്മളതിനെ ഇപ്പോൾ ഇതൊന്നും കൂടി നല്ലോണം മൂടി നല്ല കളർ വരണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് അതിൻ്റെ ഇടയിൽ എന്ത് പണി വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറയട്ടെ, ഈ പാത്രം വെച്ച് ചെയ്യുമ്പോൾ നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ അത് വെറുതെ അടി പിടിച്ചു പോകും. അപ്പോൾ ഞാനിതൊന്നും കൂടി കുറച്ച് നേരം കൂടി അതിന് കളർ വരട്ടെ, ഇതൊന്നും കൂടി ഒന്ന് സോട്ടാവട്ടെ മല്ലിയില. ഇപ്പോൾ ഇത് ഒരുവിധം നന്നായി മൊരിഞ്ഞ് വറ്റി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഒരു 1/4 ഗ്ലാസ് തേങ്ങാപ്പാലാണ് കേട്ടോ, അതിലിതാ കുറച്ച് ഒഴിച്ചു. ഇപ്പോൾ ഇനി ഇതിനെ ഒന്നും കൂടി ഒന്ന് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്യട്ടെ. കുറച്ചുകൂടി ഇതാ ഒഴിക്കുകയാണ്. അങ്ങനെ ഞാനിപ്പോൾ എനിക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് നല്ല തിക്ക് മിൽക്കാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാൽ എനിക്ക് ഉപ്പ് കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ലേശം ഉപ്പ് ഇടട്ടെ. ഇനി എന്താ ചെയ്യുന്നത്? ഇപ്പം ഞാൻ എനിക്ക് മുട്ട ഓരോന്നായിട്ട് ഞാൻ ഈരണ്ടാക്കി വെച്ചിട്ടുണ്ട്. 4 മുട്ടയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഹോളായിട്ട് ഇടാൻ വേണമെങ്കിൽ മുട്ട, പക്ഷെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇടുമ്പോൾ കുറച്ചുകൂടി അതിലേക്ക് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് കയറിക്കോട്ടെ. ഇങ്ങനെ ഇടുമ്പോഴായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതൊന്നുകൂടി ഞാൻ അടച്ച് വയ്ക്കാൻ പോകുന്നു കേട്ടോ. ഇപ്പോൾ എൻ്റെ മുട്ടക്കറിയൊക്കെ ഒന്ന് നല്ലോണം മസാലയൊക്കെ പിടിച്ച് നന്നായി. ഞാനിതിൻ്റെ മുകളിലേക്ക് ഇത്തിരി മല്ലിയില തൂവുകയാണ്. എന്നിട്ട് മല്ലിയില തൂകിയിട്ട് ഒന്ന് വെറുതെ ഒന്ന് എല്ലാ ശേഷം ഇങ്ങനെ മല്ലിയില പിടിച്ചോട്ടെ. ഞാൻ ഈ കറി ഇനി ഓഫ് ചെയ്യാൻ പോകുന്നു. ഇനി ഞാനെൻ്റെ ടേസ്റ്റി മുട്ടക്കറി കാണിച്ചു തരാം എങ്ങനെയാണ് വന്നിരിക്കണമെന്ന് കേട്ടോ.
അപ്പോൾ കൂട്ടുകാർ എൻ്റെ മുട്ടക്കറി റെഡിയായി പാത്രത്തിലേക്കാക്കി. ഇനി ഞാനിത് വല്ല മസാല റൈസൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അത് കാണിക്കാനിപ്പോൾ നേരമില്ല എനിക്ക്. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കാതെ. അപ്പോൾ ഇന്ന് ഞാൻ വല്ല ഗീ റൈസ് എന്തെങ്കിലും ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ കഴിക്കാനാണ് പ്ലാന്. മട്ടൻ കറിയും ചിക്കൻ കറിയും ഒന്നും ആക്കിയില്ല. സോ ഫ്രണ്ട്സ്, എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അറിയുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് എ വണ്ടർഫുൾ റെസിപ്പി. ഇറ്റ് ഈസ് സുധാ മേനോൻ സൈനിങ് ഓഫ് ഫ്രം സുധാസ് വേൾഡ്. എല്ലാവർക്കും ഒരു നല്ല ദിനം പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ബൈ.